അവസാനം കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഹോണ്ട ആക്ടിവയും ഇലക്ട്രിക് സ്കൂട്ടർ ഇറക്കുകയാണ്. പല കമ്പനികളും EV സ്കൂട്ടറുകൾ ഇറക്കിയിട്ടും ഹോണ്ട എന്തേ മടിച്ചു നിൽക്കുന്നു എന്ന് പലരും വിചാരിച്ചതാണ്. SB വ്യൂസ് ആൻഡ് റിവ്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂട്ടർ എന്നത് ഒരു ഫാമിലി വെഹിക്കിൾ ആണ് എന്നത് അങ്ങനെ പലരും കരുതുന്നുണ്ട്. അതുപോലെ തന്നെ ബൈക്ക് എന്നത് യുവാക്കൾക്കും അങ്ങനെ ചെത്തി നടക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും പറ്റിയതാണെന്നും അങ്ങനെ പലരും കരുതുന്നുണ്ട്. പക്ഷേ ആദ്യകാലത്ത് നല്ലൊരു സ്കൂട്ടർ എന്നത് ബജാജ് ചേതക്ക് മാത്രമായിരുന്നു. അതിന് ഗിയർ ഉണ്ടായിരുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് അത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് വന്ന പ്രശസ്തി നേടിയ ഒരു ഗിയർലെസ് സ്കൂട്ടർ ആയിരുന്നു കൈനറ്റിക് ഹോണ്ട. പിന്നീട് ഗിയറില്ലാത്ത പല സ്കൂട്ടറുകളും ഇറങ്ങുകയുണ്ടായി. അതോടൊപ്പം സ്ത്രീകളും ധാരാളമായി സ്കൂട്ടറുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവയെല്ലാം പെട്രോൾ ഉപയോഗിച്ച് ഓടുന്നവയായിരുന്നു. ഈ അടുത്ത കാലത്താണ് ബാറ്ററിയിൽ ഓടുന്ന 2 വീലറുകൾ ഇറങ്ങി തുടങ്ങിയത്. ആ ഒരു നിരയിലേക്കാണ് അവസാനമായി ഹോണ്ട ആക്ടിവയും അണിചേരുന്നത്. ആക്ടിവ എന്നത് വലിയൊരു ലെഗസിയായി തന്നെ നമുക്കിടയിൽ എന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്രീൻ റെവല്യൂഷനിൽ അവരുടെ പങ്ക് നിർവഹിക്കാൻ അവർ വരുമ്പോൾ ജനം അത് 2 കൈയും നീട്ടി സ്വീകരിക്കും എന്നുറപ്പാണ്. അധിക വിവരങ്ങളൊന്നും ഇതിനെക്കുറിച്ച് കമ്പനി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ശേഖരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും 2024 നവംബർ 27 ഈ സ്കൂട്ടർ ലോഞ്ച് ചെയ്യും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഇലക്ട്രിക് സ്കൂട്ടർ വിഭാഗത്തിൽ ഇപ്പോൾ തന്നെ നല്ല മത്സരം നടക്കുന്നുണ്ട്. ഓല, ആദർ, ബജാജ് ചേതക്ക്, TVS, ഹീറോ വിഡ എന്നിവയുമായിട്ടാണ് നമ്മുടെ ഈ വരുന്ന സ്കൂട്ടർ മത്സരിക്കേണ്ടത്. സ്കൂട്ടറിന്റെ ശരിയായ പേര് CUVe എന്നാണ്. നല്ല സുന്ദര രൂപമാണ് ഇലക്ട്രിക് ആക്ടിവയ്ക്ക്. 3 റൈഡിംഗ് മോഡുകൾ ഈ ഇലക്ട്രിക് സ്കൂട്ടറിനുണ്ട്: സ്റ്റാൻഡേർഡ്, ഇക്കോ ആൻഡ് സ്പോർട്ട്. കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം എഴുതി കാണിക്കട്ടെ. അതായത് ആക്ടിവ ഇലക്ട്രിക് സ്കൂട്ടറിന് ആദറിന്റെ റിസ്റ്റയുമായി എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് കേവലം യാദൃച്ഛികം മാത്രമാണ്. ആക്ടിവ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ടോർക്ക് 90 Nm ആണ്. ആക്ടിവയ്ക്ക് 2 വേരിയന്റുകൾ ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. ഈ വ്യത്യാസം 2 വേരിയന്റുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് ബാറ്ററിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. 1.3 കിലോ വാട്ട്സിന്റെ ഒറ്റ ലിഥിയം അയോൺ ബാറ്ററിയുള്ള ഒരു വേരിയന്റും അതുപോലെ തന്നെ 2 ബാറ്ററിയുള്ള മറ്റൊരു വേരിയന്റും ഉണ്ടായിരിക്കും. ഒരു സ്വിംഗ് ആം മൗണ്ടഡ് മോട്ടോർ ആണ് ഈ വണ്ടിയുടെ ബാക്ക് വീൽ കറക്കുന്നത്. 10 കിലോ ആണ് ഒരു ബാറ്ററിയുടെ ഭാരം. 2 ബാറ്ററി ഉള്ള വണ്ടിക്ക് ഒരു ഫുൾ ചാർജിൽ നിന്നും 100 കിലോമീറ്റർ ഓടാനും ഒറ്റ ബാറ്ററിയുള്ള വേരിയന്റിന് 50 കിലോമീറ്റർ ലഭിക്കും. 3 മണിക്കൂർ കൊണ്ട് 75% ബാറ്ററി ചാർജ് ആവും. ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷനുകൾ സിറ്റികൾ തോറും വരുമെന്ന് കരുതപ്പെടുന്നു. അതായത് ബാറ്ററി സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയിലുള്ള ബാറ്ററി എടുത്ത് മറ്റൊന്ന് മാറ്റി നമ്മുടെയിലേക്ക് നിറയ്ക്കാം എന്നുള്ളതാണ് ഇതിന്റെ സൗകര്യം. അങ്ങനെ പുതിയ സ്വാപ്പിംഗ് പോയിന്റുകൾ വരുമ്പോൾ നമ്മുടെ വീക്കായ ബാറ്ററി നമ്മുടെ വണ്ടിയിൽ നിന്നും എടുത്ത് ആ സ്വാപ്പിംഗ് പോയിന്റിലുള്ള ചാർജ്ഡ് ആയ ബാറ്ററി എടുത്ത് നമ്മുടെ വണ്ടിയിൽ വയ്ക്കാം. ഈ സ്കൂട്ടറിന് ഒരു 5 ഇഞ്ച് TFT സ്ക്രീൻ ഡിസ്പ്ലേക്കായി നൽകിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഉണ്ടായിരിക്കുമെന്ന് കരുതപ്പെടുന്നു. സ്കൂട്ടറിന് ടോപ്പ് സ്പീഡായിട്ട് 80-83 കിലോമീറ്റർ ആയിരിക്കുമെന്ന് കരുതുന്നു. മെറ്റൽ ബോഡിയിലാണ് വണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. ഈ വണ്ടിയുടെ ഫ്രണ്ട് വീലിന് ഡിസ്ക് ബ്രേക്കും റിയർ സൈഡിൽ ഡ്രം ബ്രേക്കുമാണ് നൽകിയിട്ടുള്ളത്. 2 ബാറ്ററി ഉള്ള വേരിയന്റിന് ബൂട്ട് സ്പേസ് വളരെ കുറവാണെന്നത് ഒരു നെഗറ്റീവ് പോയിന്റ് ആണ്. ഇതിൽ ഒരു ചെറിയ ഹെൽമെറ്റ് വെക്കാൻ പോലും സ്ഥലം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇതിന്റെ ബാക്ക് വീല് കറക്കുന്നത് ബെൽറ്റ് വഴിയല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്വിംഗ് ആം മൗണ്ടഡ് മോട്ടോർ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട പെർഫോമൻസും ഉണ്ടാവും. കാൽ വെക്കാനുള്ള പ്ലാറ്റ്ഫോമിലും സ്പേസ് കുറവാണ്. അതിനാൽ തന്നെ പൊക്കമുള്ളവർക്ക് കാൽ സുഖമായി വെക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയവും ഉണ്ട്. ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് വെച്ച് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്നിവ കമന്റ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഇനിയും നല്ല വീഡിയോകൾക്കായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ ബൈ.